അതെ, തീർച്ചയായിട്ടും കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ നോമിനിയാണല്ലോ ഗവർണർ. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കൂടി ആവുമല്ലോ സ്വാഭാവികമായിട്ടും. ഉറപ്പായിട്ടുമാണ്. ഗവർണറുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് ഞങ്ങൾ ആരുമല്ല, ഗവർണറായിട്ട് സംഘപരിവാർ പോലും അല്ല. കേരളത്തിൽ ആദ്യമായി ആരിഫ് മുഹമ്മദ് ഖാന് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താനായിട്ട് വേദി കെട്ടിക്കൊടുക്കുകയും മൈക്കിന്റെ പൈസ കൊടുക്കുകയും ചെയ്ത ആളുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. അവർ ചോദിച്ചു വാങ്ങിയതാണ്. അന്നൊക്കെ ഞങ്ങൾ തിരുത്തിയതാണ്. CPM-ന്റെ പ്രശ്നം അതാണ്. ഞങ്ങൾ പറയുന്ന ഒരു നിലപാട് CPM-ന് മനസ്സിലാകണമെങ്കിൽ ഒരു 20 വർഷമെങ്കിലും എടുക്കും മിനിമം. CPM-ന്റെ പ്രശ്നമാണ്. അത് അവരൊന്നും കൂടെ ആലോചിക്കണം. ഞങ്ങൾ പറയുന്ന ഒരു വിഷയം അവർക്കൊന്നും മനസ്സിലാകണമെങ്കിൽ 20 വർഷം എടുക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണറെ പിൻവലിപ്പിക്കണം, കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത്? അന്ന് എന്തായിരുന്നു സർക്കാരിന്റെ നിലപാട്? ഇവരുടെ ഗവർണർ പോരാട്ടത്തിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇപ്പം നമ്മൾ ഗവർണർ സർക്കാർ പോരാട്ടം നമ്മൾ ആത്മാർത്ഥമായി കാണുന്ന ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. സ്റ്റാലിൻ പറയുന്നുണ്ട് രവിയെ പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. പിണറായി വിജയൻ ആർജവമുണ്ടോ? ആരിഫ് മുഹമ്മദ് ഖാനെ പുറത്താക്കണം എന്ന് പറയാനുള്ള ആർജവം പിണറായി വിജയനുണ്ടോ? ഞങ്ങളൊപ്പം നിൽക്കാം. ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. ഇനി ചാൻസലർ സ്ഥാനത്ത് നിന്ന് അല്ലേ വി കെ, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റണം എന്ന ഡിമാൻഡ് ആദ്യം വെച്ചതാരാ? കോൺഗ്രസും UDF അല്ലേ? അന്നെന്തായിരുന്നു പിണറായി വിജയന്റെ താല്പര്യം? 3 കത്തയച്ചെന്ന് ആരിഫ് മുഹമ്മദ് ഖാനാ പറഞ്ഞത്. എന്നോട് ചാൻസലർ സ്ഥാനം തുടരണം എന്ന് പറഞ്ഞ് 3 കത്തയച്ചു എന്ന് ആരിഫ് മുഹമ്മദ് ഖാനാ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ക്ലാരിറ്റി കുറവില്ല. ഗവർണർക്കെതിരായിട്ട് അതിശക്തമായ സമരം ഉണ്ടാകും. ഗവർണർ എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് കൂടി ഹെഡാണ്, എല്ലാ തരത്തിലുള്ള ഹെഡാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അധോലോക ഇടനാഴിയിലൂടെയാണ് കേരളത്തിലെ ഏറ്റവും അധികം അധോലോക ഏർപ്പാടുകൾ നടക്കുന്ന ഇടനാഴിയാണ് ഈ രാജ്ഭവനും സെക്രട്ടേറിയറ്റിനും ഇടയിലുള്ള വഴി. അതുകൊണ്ടാണ് അവിടെ തന്നെ സമരവുമായിട്ട് രണ്ടുപേരെയും ഒരുപോലെ എതിർക്കുക. ഇതിനെ രണ്ടായിട്ട് കാണാൻ കഴിയില്ല. രണ്ടുപേരെ ഒരുപോലെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് UDYF-ന്റെ തീരുമാനം.